എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ചോര തുളുമ്പി ഒട്ടപ്പനാണെങ്കിൽ ഒരുപാട് വേദനയിൽ അങ്ങനെ നിൽക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസായി പോവാണ്. ഗൊഹാനാണെങ്കിൽ മൊട്ടപ്പന്റെ പേര് വിളിച്ച് കരയും. അതേസമയം ചിന്നസയാൻ വെജീറ്റ ഓ നോ, അവൻ വെറുതെ ആ ഫ്രീസയെ നോക്കി ഭയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. ഫ്രീസ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ അത്രയും പോറുള്ള എന്നോട് ഫൈറ്റ് ചെയ്യും. ഫ്രീസയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. എന്നോട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ ആരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. അത് കേട്ട് ഗൊഹാനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പൻ രക്ഷിക്കാൻ അവന്റെ അടുത്തേക്ക് പറന്നടുക്കും. മൊട്ടപ്പനാണെങ്കിൽ ഗൊഹാനോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വന്ന വലിയ അപകടമാണ്. അത് കേട്ട് നിസ്സഹായനായ ഗൊഹാനാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ തന്നെ നിൽക്കും. ഇവിടെ ആ ഒരു ഫ്രീസ അവനാണെങ്കിൽ മൊട്ടപ്പന്റെ ദേഹത്ത് മുഴുവനായിട്ടും ആ കൊമ്പങ്ങനെ കുത്തിയിറക്കി വെള്ളത്തിലേക്ക് വലിച്ചെറിയാണ്. ഗൊഹാനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. മൊട്ടപ്പൻ അവനാണെങ്കിൽ വെള്ളത്തിന്റെ അടുത്തട്ടിലേക്ക് പോകും. ഗൊഹാനാണെങ്കിൽ ഇപ്പൊ ഫ്രീസയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഗൊഹാനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്റെ ഫ്രണ്ട് ആ മൊട്ട അവൻ മരിച്ചു കഴിഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഫ്റ്റർ ലൈഫിലേക്ക് പോവാം. അത് കേൾക്കേണ്ട താമസം കലിപ്പിൽ ഗൊഹാനാണെങ്കിൽ അവനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഫ്രീസയാണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാതെ ആ അറ്റാക്കുകളെല്ലാം വാങ്ങിക്കും. ഗൊഹാനാണെങ്കിൽ അവന്റെ പവർ അത് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് ഇപ്പൊ അവനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ പവർ കണ്ട് ഫ്രീസയും ഇറ്റയും അവർ രണ്ടുപേരും ഒരുപോലെ ഷോക്കാവും. ഗൊഹാനാണെങ്കിൽ അവന്റെ വലിയൊരു പവർ ഉപയോഗിച്ച് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കുകയാണ്. വജീറ്റയാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഓനോ, ഇത്രയും പവർ അത് ഇവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നോ? അവൻ ഇത്രയും നേരം ഈ പവർ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പവറെല്ലാം അടങ്ങിയതിനു ശേഷം ഇപ്പോ വജീറ്റ അവനാണെങ്കിൽ ചുറ്റും നോക്കും. ഫ്രീസ് അവന്റെ പവറിൽ പെട്ട് അനങ്ങാതെ താഴെ വീണ് കിടക്കുകയാണ്. ഓ നോ, ഈ ചെറിയ പയ്യന് ഇത്രയും പവർ ഉണ്ടായിരുന്നോ? ശരിക്കും സൂപ്പർ സയാൻ അത് ഈ പയ്യനായിരുന്നോ? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കണം ഇവരുടെ ഒക്കെ മുൻപിൽ. ഇവിടെ നമ്മുടെ ഗോഹാനാണെങ്കിൽ ചുറ്റും നോക്കും. ഈസിക്കാണെങ്കിൽ അനക്കൊന്നുമില്ല. പക്ഷേ മൊട്ടപ്പൻ അവനെ കാണാനില്ല. ഓ നോ, എത്രയും വേഗം എനിക്ക് മൊട്ടപ്പനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൻ ആ നദിയിലേക്ക് നോക്കും. അടുത്ത നിമിഷം കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ ആ നദിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയെടുക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ഗോഹാൻ ഒരുപാട് സന്തോഷം. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ വിളിച്ചു പറയും, േണ്ട ആവശ്യമൊന്നുമില്ല, ഇവൻ ഇതുവരെ മരിച്ചിട്ടില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ നദിയിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ്. അത് കണ്ട് വജീറ്റ ആണെങ്കിൽ ഗോഹാനോട് പറയും, ഇപ്പൊ വെറുതെ ആവശ്യമില്ലാത്തവരുടെ പിന്നാലെ പോകാൻ പാടില്ല. ഇപ്പൊ നീ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഫൈറ്റിലാണ്. ആ ഫ്രീസ അവൻ മരിച്ചിട്ടില്ല, അവൻ എത്രയും വേഗം തിരികെ എത്തും, അവൻ എങ്ങനെയെങ്കിലും നീ ഇല്ലാതാക്കണം. അവനത് പറയേണ്ട താമസം ഇപ്പോ ആ ഒരു ഫ്രീസ അവൻ എഴുന്നേൽക്കുകയാണ്. ഓ, ശരിക്കും നീ ഭയങ്കര പവർഫുൾ തന്നെയാണ്. എനിക്ക് നിന്റെ അറ്റാക്കിൽ കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരും തന്നെ ഇവിടുന്ന് ജീവനോട് കൂടെ പോകാൻ പോകുന്നില്ല. എന്റെ യഥാർത്ഥ പവർ അതിനെയാണ് നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും പഴയതിൽ ഉഷാറായിട്ട് നിൽക്കും. അതേസമയം കുഞ്ഞിപ്പയ്യനാണെങ്കിൽ മൊട്ടപ്പനെ കരയിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ അടുത്ത എന്ത് ടെക്നിക്ക് ഉപയോഗിക്കണമെന്ന് അറിയില്ല. എന്റെ 10 മടങ്ങ് ശക്തി അതുപയോഗിച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓ നോ, ആ ഫ്രീസയുടെ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം എനിക്ക് അവിടേക്ക് പോകണം, എന്റെ സഹായം അവർക്ക് ആവശ്യമാണ്. കട്ട് ചെയ്ത ഇവിടെ ഫ്രീസ ഇപ്പൊ ഗോഹാന്റെ മുഖത്ത് ആഞ്ഞടിക്കും. കിട്ടിയ ഗോഹാനാണെങ്കിൽ ചോര തുളുമ്പി താഴേക്ക് തെറിച്ച് വീഴുകയാണ്. അപ്പോഴും അവനാണെങ്കിൽ ഗോഹാനെ വിടാൻ തയ്യാറാവാതെ അവന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. വജീറ്റ ആണെങ്കിൽ അത് കണ്ട് അവന്റെ പവർ റിലീസ് ചെയ്യും. എന്റെ പവർ എന്താണെന്ന് കാണിക്കാനുള്ള സമയമായി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റുമുട്ടാൻ പറഞ്ഞ് അവനവന്റെ ഫുൾ പവറിൽ ഇപ്പൊ ഫ്രീസയെ അറ്റാക്ക് ചെയ്യും. എനിക്ക് എന്നെ എതിർക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ ഫ്രീസ, അതുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഈ ഗതി വന്നതെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ പവർ എല്ലാം പാതിയെ ഇൻവിസിബിൾ ആവുകയാണ്. അത് കണ്ട് ഇപ്പോ ചിന്നസയാൻ വെജീറ്റ അവൻ ഷോക്കാവും. ഓനോ, ഇതെങ്ങനെ സംഭവിച്ചു? ഫ്രീസയ്ക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, നീ ഇങ്ങനെ തിരക്ക് കൂട്ടിയാലോ, ഒരല്പസമയം കൂടെ നിനക്ക് വെയിറ്റ് ചെയ്തുകൂടെ? ആദ്യം ഞാൻ ആ പീറച്ചക്കനെ ഇല്ലാതാക്കട്ടെ, അതിനുശേഷം നിന്റെ കഥ കഴിക്കാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോഹാന്റെ അടുത്തേക്ക് വന്ന് അവനെ ആഞ്ഞടിക്കും. ഗോഹാന്റെ മുടി പിടിച്ചു വലിച്ച് താഴെയിടും. മുടിയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട് ഗോഹാനാണെങ്കിൽ വേദനയാൽ നിലവിളിക്കുകയാണ്. അവനാണെങ്കിൽ നിർത്താതെ വീണ്ടും ഗോഹാൻ ഇടിച്ചു കൊണ്ടേയിരിക്കും. ഗോഹാനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് മാറും. പക്ഷെ എന്താ, അവനെ ഇപ്പോൾ അവിടെ കാണാനില്ല. ഗോഹാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവൻ വീണ്ടും ഗോഹാന്റെ തൊട്ടു പിന്നിൽ വന്ന് അവനെ അടിച്ച് താഴെയിട്ട് അവന്റെ തല പിടിച്ച് തിരിക്കുകയാണ്. ഇതാ ദൂരത്തായിട്ട് ആ നമുക്കേൻ അസിസ്റ്റന്റിനെ കാണിക്കും. ആൾക്കാണെങ്കിൽ ഗോഹാന്റെ പവർ കുറഞ്ഞു വരുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓനോ, കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. നീ എങ്ങനെയെങ്കിലും അല്പനേരം കൂടെ പിടിച്ചു നിൽക്ക്, ഞാൻ എത്രയും വേഗം അവിടെ എത്തുമെന്ന് പറഞ്ഞ് അവൻ നല്ല സ്പീഡിൽ അവിടേക്ക് വരും. ഫ്രീസ ആണെങ്കിൽ ഇപ്പോ ആ ചിന്നസയാനെ നോക്കും. എന്തുപറ്റി, നിനക്ക് പേടിയാവുന്നുണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആദ്യം ഞാൻ ഈ പ്രാണിയെ കൊല്ലും. അവനിപ്പോ തന്നെ പകുതി ചത്തിരിക്കുകയാണ്, അതിനുശേഷം ഞാൻ നിന്നെ ഇല്ലാതാക്കും.
അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ഗോകുവിനെ കാണിക്കും. ഗോകു ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ആദ്യം മനസ്സിലാണ് ഉള്ളത്, ഞാൻ ഇനിയും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പൂർണ്ണമായിട്ട് ഞാൻ ഹീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മകൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും. അവൻ ഓൾറെഡി അവൻ്റെ പവറുകളെല്ലാം കുറഞ്ഞ് ഇപ്പം ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഫ്രീസി ആണെങ്കിൽ ഗോഹാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന അതേ നിമിഷം അവൻ്റെ നേർക്കൊരു പവർ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ആ പവർ ആണെങ്കിൽ ഇപ്പൊ ഫ്രീസയുടെ വാലങ്ങനെ വെട്ടി താഴെയിടും. ഫ്രീസയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. അവൻ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പുറകിലായി ദൂരത്തായിട്ട് നമ്മുടെ മുട്ടപ്പൻ. ഓ നോ, ഇവനെ ഞാൻ കൊന്നതല്ലേ, ഇവനെങ്ങനെ വീണ്ടും ഇവിടേക്ക് എത്തി? ഇവിടെ എന്താ സംഭവിക്കണേ? അടുത്ത നിമിഷം മുട്ടപ്പനാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് പവറുകൾ ക്രിയേറ്റ് ചെയ്ത് അവന് നേർക്ക് വലിച്ചെറിയാണ്. പക്ഷെ ഫ്രീസി ആണെങ്കിൽ അവിടുന്ന് ഇൻവിസിബിൾ ആയി മറ്റൊരു ഡയറക്ഷനിൽ വന്നു നിൽക്കും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ഇപ്പോൾ മുട്ടപ്പന്റെ പവർ അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മുട്ടപ്പന്റെ പവറാണ്. അവൻ വന്നിരിക്കുകയാണ്. എങ്കിലും അത്രയും പരിക്ക് പറ്റിയ മുട്ടപ്പൻ എങ്ങനെ ഇപ്പൊ തിരികെ എത്തി? എന്താ ശരിക്കും അവിടെ സംഭവിക്കണേ? അവനാണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ആ വില്ലൻ ഫ്രീസ ആണെങ്കിൽ ആ അറ്റാക്കിൽ നല്ല രക്ഷപ്പെടും. അവനാണെങ്കിൽ നാവൊക്കെ നീട്ടി കാണിച്ച് അവനെ നോക്കി കോക്കറി കാണിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് നമ്മുടെ മുട്ടപ്പനാണെങ്കിൽ ഉഷാറായിട്ട് ഫ്ലൈ ചെയ്യും. അവനാണെങ്കിൽ മുട്ടപ്പന്റെ പിന്നാലെ വരികയാണ്. മുട്ടപ്പനാണെങ്കിൽ ദൂരത്തായിട്ട് വലിയൊരു തകർന്ന മല കാണും. എത്രയും വേഗം അവിടേക്ക് പോകണം. എനിക്ക് ഫ്രീസയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള പവറൊന്നുമില്ല. പക്ഷേ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഹീലായി ഇവിടേക്ക് എത്തുന്ന വരെയെങ്കിലും എനിക്ക് ഇവനെ ഡൈവേർട്ട് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് നമ്മുടെ മുട്ടപ്പൻ അതിന്റെ അകത്തേക്ക് പോകും. ഫ്രീസി ആണെങ്കിൽ അവന്റെ പിന്നാലെ വരും. ആണെങ്കിൽ ആ മലകൾക്കിടയിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണ്. പക്ഷെ അടുത്ത നിമിഷം ഫ്രീസ് അവന്റെ തൊട്ട് മുൻപിൽ വരും. അവനെ കണ്ട് ഭയന്ന് മുട്ട വീണ്ടും ആ ഒരു മലയുടെ ഇടയിലേക്ക് പോകും. മറ്റൊരു ഓപ്പണിങ്സിലൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. ആ സമയം വീണ്ടും ഫ്രീസ് അവിടുന്ന് അവന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഓരോ തവണ അവൻ രക്ഷപ്പെടാനായിട്ട് ഓരോ ഓപ്പണിങ്സിലൂടെ പുറത്തേക്ക് വരുമ്പോഴും ഫ്രീസ വലിയൊരു പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ട് ഓരോ ഭാഗത്തും വന്ന് ഇപ്പൊ മുട്ടപ്പനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മുട്ടപ്പനാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോയി ഒളിഞ്ഞിരിക്കുന്നത് കണ്ട ഫ്രീസ അവനാണെങ്കിൽ ആ ഒരു മല മുഴുവനായിട്ട് തകർക്കുകയാണ്. ഉടനെ മുട്ടപ്പൻ അവൻ പുറത്തേക്ക് വരും. ഫ്രീസി ആണെങ്കിൽ മുട്ടപ്പനോട് പറയും, എന്റെ മുൻപിൽ കണ്ണുപൊത്തി കളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഉറപ്പായാലും നിന്നെ ഞാൻ ഇല്ലാതാക്കും. മുട്ടപ്പനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഫ്രീസയെ ഡൈവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന നദിയിലേക്ക് അങ്ങനെ എടുത്ത് ചാടുകയാണ്. അവനാണെങ്കിൽ നദിയുടെ അടുത്തട്ടിലൂടെ നീന്തി മുൻപോട്ടേക്ക് പോകും. പക്ഷെ ഫ്രീസി ആണെങ്കിൽ അവനെ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് സ്വിം ചെയ്യുന്ന ആ ഭാഗത്തൂടെ കടന്നു വരികയാണ്. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് അവന്റെ പവറുകൾ പ്രയോഗിക്കും. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ ഒരുപാട് നേരം ശ്വാസം മുറുക്കെ പിടിച്ച് വെള്ളത്തിനടിയിൽ നിൽക്കാനായിട്ട് പറ്റില്ല. അവൻ സെക്കൻഡുകൾ കൊണ്ട് ആ അറ്റാക്കിലൊന്നും പെടാതെ ഇപ്പൊ ഫ്രീസയുടെ തൊട്ട് പുറകിലേക്ക് വരും. ഫ്രീസയ്ക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തുപറ്റി, നിന്റെ ഒളിച്ചുകളികളൊക്കെ ഇത്ര വേഗം നീ അവസാനിപ്പിച്ചോ? ഫ്രീസി ആണെങ്കിൽ അവന്റെ ക്ലോസ് എത്തും. അടുത്ത നിമിഷം മുട്ടപ്പനാണെങ്കിൽ കയോക്കിൻ ടെക്നിക്ക് ഉപയോഗിച്ച് അവിടുന്ന് തെന്നിമാറി പോവാണ്. ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പയ്യൻ അവൻ ഗോഹാന്റെ അടുത്തേക്ക് വരും. ഇവൻ ഇപ്പോഴും ജീവനുണ്ട്, എത്രയും വേഗം ഞാൻ നോർമലാക്കുമെന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിക്കുകയാണ്. അത് കണ്ട് വെജിറ്റ അവൻ ഷോക്കാവും. ഓ, ഇങ്ങനെയാണ് മുട്ടപ്പൻ അവന്റെ പവർ തിരികെ പിടിച്ചതല്ലേ? മുട്ടപ്പനാണെങ്കിൽ ഇപ്പോൾ വെജിറ്റിന്റെ അടുത്തേക്ക് വരും. നമ്മുടെ മുൻപിൽ സമയമില്ല. ആ ഫ്രീസ അവന്റെ തൊട്ട് പുറകിലുണ്ട്. അതിന് വെജിറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് മുട്ടപ്പനോട് പറയും, ഈ കുഞ്ഞി നമുക്കേന് ചെയ്യാൻ കഴിവുള്ള കാര്യം എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല? അതിന് മുട്ടപ്പനാണെങ്കിൽ ടെൻഷനാവും. എനിക്കും അതറിയില്ലായിരുന്നു. ഇവിടെ വെച്ചാണ് ഞാനത് മനസ്സിലാക്കിയത്. നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഗോകുവിനെ ഇവനുപയോഗിച്ച് വളരെ വേഗം ഹീല് ചെയ്യായിരുന്നു. ഇവിടെ ഗോഹാനാണെങ്കിൽ ബാക്ക് ടു നോർമലായി ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അത് കാണുമ്പോൾ കുഞ്ഞിപ്പയ്യനും ഒരുപാട് സന്തോഷം. ഗോഹാനാണെങ്കിൽ ഫുൾ ഫോമില് ഇപ്പോ ആ ഫ്രീസർ അടുത്തേക്ക് വരും. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവന്റെ പവർ റിലീസ് ചെയ്യാണ്. ഇവിടെ വജീറ്റയ്ക്കാണെങ്കിൽ ഗോഹാന്റെ പവർ കണ്ട് ഭയങ്കര സന്തോഷം. അവൻ ഇത്രയും കാലവും ഭൂമിയിലാണ് ജീവിച്ചതെങ്കിലും അവന് നല്ല പവറുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു പറഞ്ഞ് ഇപ്പൊ വജീറ്റയും മുട്ടപ്പനും അതുപോലെ തന്നെ ഗോഹാനും അവർ 3 പേരും ചേർന്ന് ഫ്രീസയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും ഫ്രീസയുടെ ബോഡിയിലാണെങ്കിൽ ഒരു പോറർ പോലും ഏൽക്കില്ല. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗോഹാനാണെങ്കിൽ അവന്റെ ക്ലോസ് എത്തും. പക്ഷെ അടുത്ത നിമിഷം പിക്കലോ അവൻ അവിടേക്ക് കടന്നു വരികയാണ്. ഗോഹാനാണെങ്കിൽ പിക്കലോയെ കണ്ട് ഭയങ്കര സന്തോഷം. ഉടനെ പിക്കലോ ആണെങ്കിൽ ഫ്രീസയെ അട്ടിമുടിയോ നോക്കും. ഓ, ഇവനാണോ സാക്ഷാൽ ഫ്രീസ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവൻ അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. അജീറ്റ ആണെങ്കിൽ പിക്കലോയെ കാണും. ഓ, നിന്നെയാണല്ലേ ഈ കുട്ടികൾ ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. നിന്നെപ്പോലെ ഒരു പ്രയോജനം ഇല്ലാത്തവന് വേണ്ടിയാണ് ഇവർ ആ ഡ്രാഗൺ ബോൾ വേസ്റ്റ് ചെയ്തത്. പിക്കലോ ആണെങ്കിൽ ടെററായിട്ട് പറയും, ആദ്യം ഞാൻ ആ ഫ്രീസയെ തീർക്കും, അതിനുശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ ഇല്ലാതാക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോകു അവനാണെങ്കിൽ പിക്കലോയുടെ പവർ സെൻസ് ചെയ്യും. ഇപ്പൊ മറ്റൊരു വലിയ പവർ അത് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ പിക്കലോ ആയിരിക്കോ? പിക്കലോ ആവാൻ ചാൻസ് ഇല്ല. താനിപ്പോ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിക്കലോ ആണെങ്കിൽ ആ കുഞ്ഞിപ്പയ്യനോട് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയും. അത് കേട്ട് കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവനെ കാണാൻ ഞങ്ങളെപ്പോലെ തന്നെയുണ്ട്. അവനും ഒരു നമക്കിയനാണ്. അവനെങ്ങനെ എന്റെ പേരറിയാം? എന്നെക്കുറിച്ച് എങ്ങനെ അവന് മനസ്സിലായെന്നൊക്കെ ചിന്തിച്ച് അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുന്നതോട് കൂടെ
ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.